ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ജനതാ കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ (HMS) ജില്ലാ പ്രവർത്തന യോഗം തീരുമാനിച്ചു. വടകരയിൽ നടന്ന പ്രവർത്തന യോഗം സംസ്ഥാന പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സംഘപരിവാർ ശക്തികളെയും BJP സർക്കാരിനെയും പരാജയപ്പെടുത്തേണ്ടത് തൊഴിലാളി വർഗത്തിന്റെ കടമയാണെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റ് PM നാണുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംസ്ഥാന പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ട്രേഡ് യൂണിയൻസും അതുപോലെ തന്നെ വർഗ സംഘടനകളും നിരന്തരമായ ഒരു പ്രക്ഷോഭത്തിലാണ്. ആ പ്രക്ഷോഭം ഉയർത്തുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം ജനാധിപത്യത്തിന്റെ സംരക്ഷണമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ സവിശേഷത ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ സംസ്കാരങ്ങളിൽ ഒന്നായ ഭാരതീയ സംസ്കാരം നിലനിൽക്കുന്നതും അത് മുന്നോട്ട് പോകുന്നതും ബഹുസ്വരതയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. 7 പ്രധാനപ്പെട്ട മതങ്ങളും അതുപോലെ നൂറുകണക്കിന് ഉപദേശീയതകളും ദേശീയതകളും ജാതികളും ആയിരക്കണക്കിന് ജാതികളും എല്ലാം പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോകുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിന്ദുമതം സ്വീകരിക്കുന്ന സഹിഷ്ണുതയാണ്. ഗാന്ധിജിയും ലോഹയും എല്ലാം പറഞ്ഞു വന്നിരുന്നത് ഞാനൊരു ഹിന്ദുവായിരിക്കുമ്പോൾ തന്നെ ഞാനൊരു മുസൽമാനും ക്രിസ്ത്യാനിയുമായിരിക്കണം എന്നതാണ്. ഹിന്ദുമതത്തിന്റെ സവിശേഷത അതാണ്, സഹിഷ്ണുത. എന്നാൽ വളരെ ചെറിയ ഒരു വിഭാഗമായിട്ടുള്ള ക്ഷത്രിയ ബ്രാഹ്മണ വിഭാഗം ഇത് അംഗീകരിക്കാതിരിക്കുകയും സ്ത്രീ സ്വാതന്ത്ര്യ മഹരി എന്ന് പറയുന്ന മനുസ്മൃതിയെ ജാതി വർണ്ണ വിവേചനങ്ങളെ KK കൃഷ്ണൻ, MP ശിവാനന്ദൻ, ഭാസ്കരൻ കൊഴുക്കല്ലൂർ, RM ഗോപാലൻ, MP അജിത, KP കുഞ്ഞിരാമൻ, K രവീന്ദ്രൻ, ഷാജി വട്ടോളി, KV ചന്ദ്രൻ, ഉണ്ണി തീയക്കണ്ടി, MP വിജയൻ മാസ്റ്റർ, ഗംഗാധരൻ പാച്ചാക്കര, രഞ്ജിത്ത് കാരാട്ട്, ബാലകൃഷ്ണൻ പുതുശ്ശേരി എന്നിവർ പ്രസംഗിച്ചു.